ഇടുക്കി തൊടുപുഴയിലെ ബിജു ജോസഫിനെ കൊലപ്പെടുത്തിയ കേസിൽ രണ്ടാം പ്രതി ആഷിഖിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യാൻ പോവുകയാണ്. ബിജുവിനെ കൊലപ്പെടുത്താൻ 6 ലക്ഷം രൂപയ്ക്ക് കൊട്ടേഷൻ നൽകി എന്നാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ച വിവരം. ഇതിൽ വ്യക്തത വരുത്തുന്നതിനു വേണ്ടിയാണ് പോലീസിന്റെ ചോദ്യം ചെയ്യൽ. രാഹുൽ വിജയനാണ് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി തൊടുപുഴയിൽ നിന്ന് ചേരുന്നത്. രാഹുൽ, എന്തൊക്കെയാണ് പോലീസിന് ലഭ്യമാകുന്ന പുതിയ വിവരങ്ങൾ, വിശദാംശങ്ങൾ? രാഹുൽ. ഉന്മേഷ്, ഇത് വളരെ തന്ത്രപരമായിട്ടാണ് ഈ ബിജു ജോസഫിനെ കൊലപ്പെടുത്താൻ പ്രതികൾ നീക്കം നടത്തിയിരുന്നത് എന്നുള്ളതാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികളിൽ ഒരാളാണ് ഈ ആഷിഖ് ജോൺസൺ. കപ്പ കേസിൽ ഇയാൾ വിയൂർ ജയിലിലായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് പ്രൊഡക്ഷൻ വാറന്റ് ഹാജരാക്കി പ്രതിയെ തൊടുപുഴ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. തുടർന്ന് മുട്ടം കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ വിശദമായൊരു തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇതിൽ ഈ ബിജു ജോസഫിനെ തട്ടിക്കൊണ്ടുപോയി കുത്താൻ ഉപയോഗിച്ച, അതായത് ഈ പ്രതി ആഷിഖ് ജോൺസൺ ഈ ബിജുവിനെ കത്തികൊണ്ട് കുത്തിയിരുന്നു. ആ കത്തി ഉൾപ്പെടെ പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല 6 ലക്ഷം രൂപയ്ക്കാണ് ഈ കൊട്ടേഷൻ സ്വീകരിച്ചതെന്ന് ഈ ആഷിഖ് ജോൺസൺ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആരാണ് ഈ കൊട്ടേഷൻ നൽകിയത്, ആരാണ് ഈ പണം കൈമാറിയതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഇനി കണ്ടെത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലും അന്വേഷണമാണ് തൊടുപുഴ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുകയും ചെയ്യുന്നത്. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റു 3 പ്രതികൾ, ജോമിൻ, അതുപോലെ തന്നെ മുഹമ്മദ് അസ്ലം, ഈ പ്രതികൾ കസ്റ്റഡിയിലായിരുന്നു. അവരുടെ കസ്റ്റഡി കാലാവധി ഇന്ന് കഴിയുകയും ചെയ്യും. അതിനുശേഷം അവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല നിലവിൽ കസ്റ്റഡിയിലുള്ള ആഷിഖ് ജോൺസന്റെ കസ്റ്റഡി കാലാവധി ഈ മാസം അവസാനം മാത്രമേ കഴിയുകയുള്ളൂ. അതിനുള്ളിൽ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുകയും ചെയ്യും. മാത്രമല്ല ഈ ബിജു ജോസഫിന്റെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലും മൊഴിയെടുക്കലും പുരോഗമിക്കുകയാണ്. കേസുമായി ബന്ധപ്പെട്ടുള്ള നിർണായക വിവരങ്ങൾ ഇന്നലെ തന്നെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആസൂത്രിതമായ കൊലപാതകം, അതിൽ കൂടുതൽ വിവരങ്ങൾ പോലീസ് ശേഖരിക്കുകയാണ്. ഉന്മേഷ്.